ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പീച്ചിങ്ങ കൃഷിയെക്കുറിച്ചുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പീച്ചിങ്ങ എന്ന് പറയുന്നത്. പീച്ചിങ്ങ നമുക്ക് ചാക്കിലും ഗ്രോ ബാഗിലുമായിട്ട് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പീച്ചിങ്ങ ചെടിയിൽ നിന്ന് നല്ല മികച്ച രീതിയിലുള്ള വിളവ് കിട്ടാനായി നമ്മൾ മണ്ണൊരുക്കുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നമുക്ക് ₹1 പോലും ചിലവില്ലാത്ത എന്തൊക്കെ വളങ്ങളാണ് ഇതിന് കൊടുക്കേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെൻ്റെ ടെറസ് ഗാർഡനിലെ ഒരു പീച്ചിങ്ങ ചെടിയാണ്. ഞാനൊരു ചെറിയ ഗ്രോ ബാഗിലാണ് ഇത് നട്ടിരിക്കുന്നത്. പീച്ചിങ്ങ ചെടി നടാനുള്ള മണ്ണ് നമുക്ക് എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം എടുക്കാനായിട്ട്. കുമ്മായമോ ഡോളോമൈറ്റോ ഒക്കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ഞാൻ ആദ്യമേ തന്നെ അടിവളമായി കോഴിവളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ മണ്ണിര കമ്പോസ്റ്റും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു അല്പം എല്ലുപൊടിയും കൂടി ചേർക്കുന്നു. ഇനി കുമ്മായം നമ്മൾ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോളോമൈറ്റ് നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു അല്പം വേപ്പിൻ പിണ്ണാക്കും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. മണ്ണിലൂടെ ഒരു രോഗങ്ങളും ചെടിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മണ്ണിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഗ്രോ ബാഗിലോട്ട് നിറച്ചെടുക്കാം. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ നടാനായിട്ട് ഞാൻ 3 സീഡ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പീച്ചിങ്ങയുടെ വിത്തിന് ഒരു അരമണിക്കൂർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്യൂഡോമോണസ് ലായനിയിലിട്ട് വെച്ചേക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഈ വിത്തുകളൊക്കെ തന്നെ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്കും മുളച്ച് വരുന്നതാണ്. പീച്ചിങ്ങ ചെടി ഒരു അല്പം വലുതായി കഴിയുമ്പോൾ നമുക്ക് സ്യൂഡോമോണസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലും ഇലകളിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കൈവരുന്നതാണ്. സ്യൂഡോമോണസ് നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പീച്ചിങ്ങ ചെടിയുടെ ഓരോ ഇലയിൽ നിന്നും നമുക്ക് പൂവും കായും ആയിട്ടാണ് വരുന്നത്. ആൺപൂവും പെൺപൂവും ഒരുമിച്ചാണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ ആൺപൂക്കളൊക്കെ തന്നെ ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ കാണുന്നതാണ്. പെൺപൂക്കളെന്ന് പറയുമ്പോഴത്തേക്ക് അത് കായോട് കൂടി വരുന്നതാണ്. പെൺപൂക്കളിലൊക്കെ തന്നെ പോളിനേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ എല്ലാം കായയായി മാറുന്നതാണ്. പീച്ചിങ്ങ ചെടിക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന വളങ്ങളൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് പച്ചക്കറികളുടെ വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരല്പം ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 3-4 ദിവസം വെച്ച് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം തന്നെ അഴുകി വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്തതിന് ശേഷം വെള്ളവും ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഇതാണ് കൂടുതലായിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 1 കപ്പ് എടുക്കുകയാണെങ്കിൽ 10 കപ്പ് വെള്ളവും ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് വേണം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് ₹1 പോലും ചിലവില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വളമാണിത്. കൂടാതെ ഈ ജൈവ സ്ലറി നമുക്ക് നേരിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ തന്നെ കരിഞ്ഞു പോകുന്നതാണ്. എപ്പോഴും ഒഴിച്ചു കൊടുക്കുമ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി പീച്ചിങ്ങയിൽ കായ്കളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല, വിരിയുന്ന പൂക്കളൊക്കെ തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്കതിന് കൃത്രിമ പരാഗണം ചെയ്ത് കൊടുക്കാവുന്നതാണ്. മത്തനിലെ പൂക്കളൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ. കൂടാതെ ഇതിൽ കായ്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊരു കവർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കായ് ചെളമൊന്നും കൊത്താതെ നമുക്കെല്ലാം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് പീച്ചിങ്ങയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടത്തുന്നത്. പീച്ചിങ്ങ ചെടി കുറച്ചൊന്ന് വള്ളി വീശി കഴിയുമ്പോൾ തന്നെ അതിൽ കായും പൂക്കളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കീടങ്ങളൊക്കെ തന്നെ വരുന്നതാണ്. അപ്പോൾ കീടങ്ങളിൽ നിന്നല്ല നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെയധികം ഫലവത്താണ്. എപ്പോഴും നമ്മൾ ചെടികൾ നട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ കൂടി അതിന് വേണം. നമ്മൾ ഒരുപാട് വളപ്രയോഗങ്ങളും ജൈവ കീടനാശിനികളും ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ ദിവസവും അതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ തന്നെ നല്ല രീതിയിൽ വരുന്നതാണ്. നമ്മൾ മണ്ണിനെ സ്നേഹിക്കുന്നത് പോലെ മണ്ണും നമുക്ക് തിരിച്ച് അതിൽ നിന്നുള്ള ഫലങ്ങളൊക്കെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നതാണ് തിരിച്ച്. നന്നായിട്ട് വിളഞ്ഞുണങ്ങിയ പീച്ചിങ്ങക്കായ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് നിറച്ച് തന്നെ സീഡുകളൊക്കെ തന്നെ കിട്ടുന്നതാണ്. ഒരുപാട് സീഡ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ പീച്ചിങ്ങയുടെ കായ്കൾ കടയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വില കിട്ടത്തില്ല. പക്ഷേ ഈ പീച്ചിങ്ങയുടെ സീഡ് നമുക്ക് കടകളിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. കൂടാതെ തന്നെ ഇത് പീച്ചിങ്ങയുടെ തൊണ്ട് നമ്മൾക്ക് തേച്ച് കുളിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ തൊണ്ടിന് തന്നെ നമുക്ക് ഒരു ₹15 കൊടുത്താലേ കടയിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഒരുപക്ഷെ ഒരു കായ കൊടുത്തപ്പോൾ നമുക്ക് അത്രയും പൈസ കിട്ടത്തില്ല. അപ്പോൾ ഈ തൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ തൊണ്ട് നമുക്കിങ്ങനെ അതിൽ നിന്ന് അതിൻ്റെ തൊലി അടർത്തി മാറ്റാനായിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ നാരുകളൊക്കെ തന്നെ നല്ല ബലമുള്ളതാണ്.
ഒത്തിരി നാൾ നമുക്കിതിനെ തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പീച്ചിങ്ങ കായ്കൾ നമ്മൾ വിളവെടുക്കുമ്പോൾ എപ്പോഴും മൂപ്പെത്തുന്നതിന് മുന്നേ വേണം വിളവെടുക്കാനായിട്ട്. കുറച്ചൊന്ന് മൂത്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിറച്ച് നാരുകളായിരിക്കും. പീച്ചിങ്ങ കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ തന്നെ വളരെ രുചികരമാണ്. ഇതുകൊണ്ടുള്ള മെഴുക്കുവരട്ടിയും തോരനും സലാഡും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് മുരിങ്ങയ്ക്ക തോരൻ വെച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സീഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ വിളവെടുപ്പും കൂടിയാണ്. അപ്പോൾ തോട്ടത്തിൽ കുറച്ച് പച്ചക്കറികളൊക്കെ തന്നെ വിളഞ്ഞ് നിൽപ്പുണ്ട്. അതും കൂടി ഇന്ന് വിളവെടുക്കാം. കോവയ്ക്കയുടെ വിളവെടുപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് കോവയ്ക്കൊക്കെ തന്നെ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇന്ന് വിളവെടുക്കുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നട്ടെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കോവയ്ക്ക എന്ന് പറയുന്നത്. ഒരു കോവയ്ക്കയുടെ ചുവടൊക്കെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസവും ഒരു ചെറിയ തോരത്തിനോ മെഴുക്കുവരട്ടിക്കോ വേണ്ട കോവയ്ക്കയൊക്കെ തന്നെ നമുക്ക് തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓരോ ഇലയ്ക്കും ഓരോ കായുന്ന രീതിയിലാണ് കോവയ്ക്ക ഉണ്ടാകുന്നത്. നമുക്കിതിൻ്റെ മെഴുക്കുവരട്ടിയായിട്ടും തോരനുമായിട്ടും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കോവയ്ക്കയുടെ നടീൽ രീതിയും പരിചരണമൊക്കെ വളരെ എളുപ്പമാണ്. ഒരു കോവയ്ക്കയുടെ കമ്പ് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കോവയ്ക്കയെല്ലാം തന്നെ കിട്ടുന്നതാണ്. കൂടാതെ കീടശല്യമൊക്കെ വളരെ കുറവാണ്. ഒരു ജൈവ കീടനാശിനിയുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒത്തിരി വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും തുളർത്ത് പിന്നെയും നമുക്ക് കായ്കളൊക്കെ തന്നെ തരുന്നതാണ്. ഈ കോവലിൻ്റെ വള്ളി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുകളിൽ കൂടിയാണ് പടർന്ന് കിടക്കുന്നത്. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വിരിയാറായി നിൽപ്പുണ്ട്. ഇതിനെ പടർത്തി വിടാനായിട്ട് ഒരു ചെറിയ പന്തലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനത് പറിച്ചെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയുള്ളതെന്ന് പറയുന്നത് നിത്യവൈതനിങ്ങയുടെ വിളവെടുപ്പാണ്. എന്നും തന്നെ നമുക്ക് തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് നിത്യവൈതനിങ്ങ എന്ന് പറയുന്നത്. ഇതിൻ്റെ തോരനും മെഴുക്കുരുട്ടും തീയലും ഒക്കെ തന്നെ വളരെ രുചികരമാണ്. വളരെ ഈസിയാണ് വളർത്തിയെടുക്കാനും. ഇത് ചുവന്ന ആനക്കൊമ്പൻ വെണ്ടയാണ്. നല്ല നീളവും തൂക്കവും ഒക്കെ വെക്കുന്ന ഒരു വെണ്ടയാണിത്. അപ്പോൾ ഇതിനെയും കൂടി ഇന്ന് വിളവെടുക്കാം. എപ്പോഴും നമ്മൾ പച്ചക്കറി ചെടികൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ പല പ്രായത്തിലുള്ള പച്ചക്കറി ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് വിളവെടുത്ത് കഴിയുമ്പോൾ മറ്റേത് ഉണ്ടായി വരുന്നതാണ്. ഇത് സാധാ ഒരു പച്ച വെണ്ടയാണ്. ഇതും വളരെ രുചികരമായിട്ടുള്ള ഒരു വെണ്ടയാണ്. ചുവപ്പ് ആനക്കൊമ്പൻ വെണ്ടയാണ് കൂടുതലായിട്ട് ഞാൻ നട്ടിരിക്കുന്നത്. അതാകുമ്പോൾ നല്ല നീളവും തൂക്കവും ഒക്കെ ഉള്ളതുകൊണ്ട് അതാണ് കൂടുതൽ നടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കൂടാതെ അത് കാണാനും വളരെ മനോഹരമാണ്. ഇനി കുറച്ച് തക്കാളിക്കാണ് വിളവെടുക്കുന്നത്. കുറച്ചൊക്കെ തന്നെ വീണ് പോയിട്ടുണ്ട്. ബാക്കിയുള്ള 2-3 തന്നെ ഉണ്ട്. അതും കൂടി ഇന്ന് വിളവെടുക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് വിളഞ്ഞ് പഴുത്ത് കഴിയുമ്പോൾ ഇത് നല്ല മധുരമാണ് കഴിക്കാനായിട്ട്. തക്കാളി ചെടി വളർത്തലും അതിൻ്റെ പരിപാലനവും ഒക്കെ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാവുന്നതാണ്. നമ്മുടെ തോട്ടത്തിൽ നിന്ന് പഴുത്ത തക്കാളിക്ക് വളരെയധികം മധുരവും വളരെ ടേസ്റ്റുമാണ്. കുട്ടികളൊക്കെ തന്നെ വളരെയധികം ഇഷ്ടത്തോടു കൂടി അത് കഴിക്കുകയും ചെയ്യും. ഇനിയെന്ന് പറയുന്നത് ഒരു മത്തൻ്റെ വിളവെടുപ്പാണ്. ഒരു കുഞ്ഞി മത്തൻ എൻ്റെ മത്തങ്ങ ചെടിയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല മഞ്ഞ കളറായിരുന്നു. ഇത് നല്ലതായിട്ട് മൂപ്പത്തി കഴിഞ്ഞപ്പോൾ നല്ല ഡാർക്ക് ഓറഞ്ച് പോലെ ആയിട്ടുണ്ട്. ഇത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മത്തനാണിത്. അപ്പോൾ ഇതൊരു വലിയ മത്തനും അതിൻ്റെ കൂടെ ഒരു കുഞ്ഞി മത്തനും കാണാനും വളരെയധികം മനോഹരമായിട്ടുണ്ട്. ചെറിയ മത്തൻ തീരെ ചെറുതാണ്. ഒത്തിരി വലുപ്പത്തിലുള്ളതല്ല ഈ കാണുന്ന മത്തനും. അപ്പോൾ ഈ മത്തനെ ഇന്ന് വിളവെടുത്തിട്ടുണ്ട്. ഇത് നല്ല മഞ്ഞ കളറിലുള്ള മത്തനായിരുന്നു. ഇപ്പം മൂപ്പത്തിയപ്പോൾ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുണ്ട്. എന്തായാലും കുഞ്ഞു മത്തനും അതിൻ്റെ കൂടെയുള്ള വലിയ മത്തനും കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വഴുതനങ്ങയുടെ വിളവെടുപ്പാണ്. വഴുതനങ്ങ ചെടി വളർത്തുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്താലും വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. അത് നമുക്കൊരു മടുപ്പും തോന്നത്തില്ല. അപ്പോൾ ഈ വഴുതനങ്ങ ചെടിയുടെ വിളവെടുപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊരു പർപ്പിൾ കളറുള്ള വഴുതനങ്ങയാണ്. അതിനെയും കൂടി വിളവെടുത്തിട്ടുണ്ട്. ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങയാണ്. ഇത് വെങ്ങേരി വഴുതനങ്ങയാണ്. ഒത്തിരി നാൾ പഴക്കമുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ വഴുതനങ്ങയുടെ വിളവെടുപ്പും കഴിഞ്ഞു. ഇനി നമ്മുടെ തോട്ടത്തിൽ നിന്ന് വിളവെടുത്ത കുഞ്ഞി മത്തൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ അകഭാഗം ഇതുപോലെയാണ് കാണുന്നത്. വലിയ മത്തനെ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ കുഞ്ഞി മത്തൻ്റെ പുറത്ത് വലിയ മത്തൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ തോട്ടത്തിലെ വിളവെടുപ്പ്. വഴുതനങ്ങ, വെണ്ടയ്ക്ക, തക്കാളി, നിത്യവഴുതനങ്ങ, കോവയ്ക്ക, മത്തൻ, പിന്നെ പീച്ചിങ്ങ, പിന്നെ പീച്ചിങ്ങയുടെ പുറന്തോടും.
അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്